ഇന്ന് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിനായി പച്ചക്കറികളെല്ലാം കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കണം. ചേന, വെള്ളരിക്ക, പച്ചക്കായ, ക്യാരറ്റ്, പയർ, വഴുതനങ്ങ, മുരിങ്ങക്ക എന്നീ കഷ്ണങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർത്ത് അവിയലുണ്ടാക്കാം. പാത്രത്തിനടിയിൽ പിടിക്കുന്ന വഴുവഴുപ്പുള്ള കഷ്ണങ്ങളായ കാച്ചിൽ, ചേമ്പ് എന്നിവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചേന, വെള്ളരിക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, പയർ, പച്ചക്കായ, കറിവേപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. നമ്മൾ കഷ്ണങ്ങളിൽ വെള്ളം ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തീ കൂടിയാൽ കഷ്ണങ്ങൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണം വേവുന്നത് വരെ. കുറച്ച് വെന്ത് കഴിയുമ്പോൾ അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. പകുതി വേവാകുമ്പോൾ അതിലേക്ക് മുരിങ്ങക്കായ ചേർക്കുക. മുരിങ്ങക്കായക്ക് വേവ് കുറവായതുകൊണ്ട് ആണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ, ജീരകം, നേരത്തെ മുളക് പൊടി ചേർത്തുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, എന്നിവ ചേർത്ത് ചതച്ചെടുക്കണം. അരയാൻ പാടില്ല. ഇനി അത് വേവിച്ച കഷ്ണങ്ങളിലേക്ക് ചേർക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് കറിവേപ്പും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി പാത്രത്തിലാക്കി ആവശ്യാനുസരണം ചോറിൻ്റെ ഒപ്പം വിളമ്പാം.